ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. അവിടെ കയീനും ഹാബേലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ ഹാബേല് ആട്ടിടയനും കയീൻ കൃഷിക്കാരനും ആയിരുന്നു. കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവന് ഒരു വഴിപാട്, ഒരു യാഗം കഴിച്ചു. എന്നാൽ ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. എന്റെ പ്രിയ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്നും കാണുവാൻ കഴിയുന്നത് രണ്ടുപേരും കഴിച്ചത് ദൈവത്തിന് യാഗം കഴിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരും തന്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ള യാഗം അവിടെ കഴിച്ചു. എന്നാൽ ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. എന്തായിരുന്നു അതിനുള്ള കാരണം? അല്ലെ, എവിടെയായിരുന്നു കയീന് തെറ്റുപറ്റിയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം കയീന്റെ യാഗത്തിൽ സന്തുഷ്ടരാകാതിരുന്നത്, അല്ലെങ്കിൽ ദൈവം അത് പ്രസാദിക്കാതിരുന്നത്? നമുക്കവിടെ വായിക്കാൻ പറ്റുന്ന ഒരു വേദഭാഗം, യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സഹോദര സഹോദരി, നമ്മൾ കഴിക്കുന്ന വഴിപാടിലല്ല ദൈവത്തിന്റെ സ്നേഹവും കരുതലും നമ്മളോട് അവൻ ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ നന്മയെ കാണുന്നവനാണ് ദൈവം. ഞാൻ മിക്കവാറും എന്റെ സ്പീച്ചിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുറെ ആൾക്കാരെ ഈ ഷോ ചെയ്ത് കാണിച്ചതുകൊണ്ടോ, ഞാൻ കുറെ ആൾക്കാർക്ക് കൊടുക്കുകയോ, അല്ലെ പള്ളിയിൽ പോയതുകൊണ്ടോ, ദിവസം കുർബാന കൊള്ളതുകൊണ്ടോ, കുറെ ആൾക്കാരെ സഹായിച്ചതുകൊണ്ടോ ഒന്നും ദൈവം നമ്മളിൽ പ്രസാദിക്കണമെന്നില്ല. നിനക്ക് കുറെ പണം ഉണ്ടായിരിക്കാം, അല്ലെ നീ വലിയ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കാം, അല്ലെങ്കിൽ നീ എന്തോ ഒന്നാണെന്ന് നീ നിന്നെ തന്നെ ധരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടോ എന്ന് ഞാൻ നോക്കും. എന്താണ് നന്മ? നീ തിരിച്ചു പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ഈ സഹോദരങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകൾ, അല്ലെ സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾ എന്ന് മാത്രമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നമ്മുടെ ദൈവം സ്നേഹിച്ച പോലെ തന്റെ കൂടപ്പിറപ്പുകളെ എല്ലാരെയും സ്നേഹിക്കാനും കരുതുവാനും അവരുടെ പ്രശ്നങ്ങളിലൊക്കെ പങ്കുചേരുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അങ്ങനെയുള്ളൊരു ഹൃദയം എനിക്കും നിനക്കും ഉണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നു, കയീനെ നീ കോപിക്കുന്നത് എന്തിനാണ്? നിന്റെ ഹൃദയത്തിന്റെ നന്മയില്ല, നീ ഹൃദയത്തിൽ നന്മ കണ്ടില്ല. നീ ഹൃദയത്തിൽ കയീനെ ഹാബേലിനെ എങ്ങനെ തകർക്കണമെന്നുള്ള ചിന്തയുമായി നടന്ന നിന്നെ ഞാൻ എങ്ങനെ അനുഗ്രഹിക്കും? നിന്റെ വഴിപാടിൽ സ്തോത്രം. ഇതൊക്കെയാണ് പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒക്കെയും സംഭവിക്കുന്നത്. നമ്മൾ പലയിടത്തും കൊടുത്തതുകൊണ്ടോ പലർക്കും കൊടുത്തുകൊണ്ടോ നമ്മൾ ഒരാളെ നശിപ്പിക്കുവാൻ വേണ്ടി ആകരുത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ. നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ ആരെയും കാണിക്കുവാനോ, ഒരു സമൂഹത്തെ കാണിക്കുവാനോ, അല്ലെ 10 ചുറ്റുമുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്. നീ ചെയ്യുന്നത് രഹസ്യത്തിൽ ചെയ്യുവാന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നീ എന്ത് കൊടുത്തോ, നീ കൊടുക്കുന്നത് ഈ കൈ കൊണ്ട് കൊടുക്കുന്നത് ഈ കൈ അറിയില്ല. അല്ലെങ്കിൽ നീ നമ്മൾ കൊടുക്കുന്നത് ഞാൻ അവർക്ക് കൊടുത്തു എന്ന് നിന്നിൽ തന്നെ വേറെ ആരോടും പറയല്ല. ഞാൻ അവനെ സഹായിച്ചു, ഞാൻ അവനെ ഒരു വലിയ ജോലി പദവിയിലേക്ക് ഞാനാണ് അവനെ പിടിച്ചു കയറ്റി, അല്ലെങ്കിൽ ഞാൻ അവനെ ഇത്ര രൂപ കൊടുത്ത് സഹായിച്ചു എന്ന് കേൾക്കുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ദൈവം അത് പറയാനുള്ള കാരണം,
വേറൊരാൾ അവർക്ക് കൊടുക്കാനുള്ള നന്മയും കൂടെ ബ്ലോക്ക് ആക്കും. ഒരു ഉദാഹരണത്തിന്, നീ കുറച്ച് പൈസ ഒരാളെ കൊടുത്ത് സഹായിച്ചു. അവൻ വളരെ കഷ്ടതയിലിരിക്കുന്ന ഒരു വ്യക്തി. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഞാൻ അത് 10 പേരോട് പറഞ്ഞാൽ ഈ 10 പേരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അവനെ സഹായിക്കണമെന്ന് കാണും ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഒരു 500 1000 കൊടുത്ത് അവനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കൊടുക്കുവാനുള്ള നന്മയും കൂടെ നമ്മൾ ബ്ലോക്ക് ചെയ്യുവാണ്. ആക്ച്വലി നമ്മൾ കൊടുത്തു, നമ്മൾ എന്നാ നിന്റെ ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അറിഞ്ഞ് ഞാൻ തന്നത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് കൊടുത്താൽ അത് രഹസ്യത്തിൽ ദൈവം കാണുന്നുണ്ട് നീ കൊടുത്തതെല്ലാം. അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് നടന്ന് കിടക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ മറ്റുള്ള അവന് കൊടുക്കാനുള്ളത് കൂടെ എന്നാ അവന് 1000 കൊടുത്തില്ലേ, ഞാനും ഒരു 1000 കൊടുക്കാനിരുന്ന, എന്നാ നമുക്കൊരു 200 അല്ലെങ്കിൽ ഒരു ഇത്ര രൂപയോ കൊടുത്താൽ മതി എന്ന്, അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട, അല്ലെ അവന് കിട്ടിയല്ലോ എന്ന് ഓർത്ത് അവന് കൊടുക്കാനുള്ള നന്മയും കൂടെ അവന് ബ്ലോക്ക്. അതുകൊണ്ട് കർത്താവ് നമ്മൾ ഈ ഷോ ഓഫിലോ ഒന്നും പ്രസാദിക്കുന്ന ദൈവമല്ല. അവൻ നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ദൈവമാണ്. അവിടെ കർത്താവ് പറയുന്നു, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, എന്റെയും നിന്റെയും വാതിക്കൽ പാപം വന്ന് മുട്ടുന്നുണ്ട്. പാപം വന്ന് എന്റെയും നിന്റെയും വാതിക്കൽ വന്ന് മുട്ടുന്നുണ്ട്. അതിനെ കതക് തുറന്നു കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ. അവിടെ കായ്ക്കുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറയുകയാണ്, നീ പാപത്തെ കീഴടക്കണം. എങ്ങനെ? സ്നേഹത്താൽ, ദൈവത്തെ ഹൃദയത്തിൽ നന്മ വെച്ചുകൊണ്ട് നീ പാപത്തെ കീഴടക്കുവാൻ ശ്രമിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ദൈവത്തോടാണ് ബന്ധമുള്ളത്. നമ്മൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളിലേക്ക് നന്മ വരിക. നമ്മൾ പലപ്പോഴും പറയില്ലേ, കർത്താവ് ഹൃദയ വിചാരങ്ങളെ തൂക്കി നോക്കുന്നില്ല. നമ്മുടെ ഈ പുറമെ കാണുന്ന ഒന്നും കർത്താവിന് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് വന്നത് പാപികൾക്ക് വേണ്ടിയാണ്, തള്ളപ്പെട്ടവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വായിക്കാൻ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട്. യൂദ എഴുതിയ ലേഖനത്തിൽ അതിന്റെ 11ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരിക്കൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെയും പറഞ്ഞിട്ടുള്ളതാണ്. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചുപോവുകയും ചെയ്യുന്നു. അപ്പം 3 വഴി തെരഞ്ഞെടുക്കരുത്. യൂദയുടെ പുസ്തകത്തിൽ യൂദ പറയുകയാണ്, കയ്യിന്റെ വഴി തെരഞ്ഞെടുക്കരുത്. കയ്യിന്റെ വഴി എന്ന് പറയുന്നത് എന്തായിരുന്നു? അസൂയയുടെ, അല്ലേ, സഹോദരനെ കുറിച്ച്. എന്നിട്ട് എന്തോ ആണ് അവിടെ സംഭവിച്ചത്? അവൻ അസൂയ കയറി സഹോദരനെ നമുക്ക് വയലിൽ പോവാന്ന് പറഞ്ഞ് വയലിൽ വെച്ച് ഒരു സഹോദരനെ കൊന്നുകളഞ്ഞു. ഒന്ന് ആലോചിച്ചു, എത്ര നീചമായ മനസ്സുകൊണ്ട് നടക്കുന്ന ആള്. ഇന്ന് നമ്മൾ നമ്മുടെ സഹോദരനെ കൊല്ലുന്നില്ലെങ്കിലും എന്നാൽ കൊല്ലുന്ന പോലുള്ള പ്രവൃത്തിയല്ലേ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കോട്, കൂടപ്പിറപ്പുകളോട്, നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് നമ്മളത്തോട് ചോദിച്ചു നോക്കി. നമ്മൾ ചതച്ചോ തലക്കടിച്ചോ കൊല്ലുന്നില്ലെങ്കിലും വാ കൊണ്ട് നമുക്ക് പറയാവുന്നതോ അവനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മാക്സിമം അവനെ കൊന്നിട്ടേക്കുവാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊന്നും ആകുവാൻ നമ്മൾ ഇങ്ങനെ ആകരുത്. നമ്മൾ ക്രിസ്തുവിന്റെ മക്കളെങ്കിൽ, നമ്മൾ ദൈവത്തെ അറിഞ്ഞ ഞാനും നീയും ദൈവത്തെ അറിയുന്ന വ്യക്തിയെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദിനവൃത്താന്തം അതിനകത്ത് നമുക്ക് ഒരു പ്രാർത്ഥന വായിക്കും. നമ്മൾ യബ്ബേസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. യബ്ബേസ് തന്റെ അമ്മയ്ക്ക് ഒരു വ്യസനപുത്രൻ എന്ന് പറഞ്ഞാണ് ആ മകനെ. യബ്ബേസ് എനിക്ക് വ്യസനപുത്രൻ എന്നാണ് അമ്മ പോലും പറഞ്ഞിരുന്നത്. എന്നാൽ അവൻ വളർന്ന സാഹചര്യത്തിലൊക്കെ ഈ വിഷമം ഇവൻ ആരോടും പറഞ്ഞില്ല. ഇവൻ വളർന്നപ്പോൾ യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഇമ്പോർട്ടന്റ് ഉണ്ട് ജീവിതത്തിൽ. കർത്താവേ, നീ എന്റെ അതിലൊന്ന് വിസ്താരമാക്കണം. അത് മാത്രമല്ല, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. അതുമാത്രം പോരാ, ആപത്തുകളൊന്നും വ്യസനത്തിന് കാരണമാകാതെ കാക്കുകയും വേണം. അപ്പം ആ പ്രാർത്ഥന, യബ്ബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറയുന്നൊരു വലിയ പ്രാർത്ഥനയാണ്. കർത്താവേ, നീ എന്റെ അതിരുകളെ ഒന്ന് വിസ്താരം. അപ്പം യബ്ബേസിന് അതിരുകൾ ഉണ്ടായിരുന്നു. അവൻ ഏതോ ഒരു അതിരിന്റെ, അല്ലെങ്കിൽ ആരൊക്കെയോ കെട്ടിയ ഒരു അതിരിന്റെ അകത്തായിരുന്നു അവൻ. ഈ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ഉള്ളൊരു മെസ്സേജാണ്. നിങ്ങളും ഏതോ ഒരു ശക്തിയുടെ, അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിയ ഒരു ബൗണ്ടറിയുടെ അകത്താണോ എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ആ ബൗണ്ടറി തകർക്കുവാനൊന്നും നിങ്ങൾ പോകണ്ട.
ദൈവത്തോട് പറയുക, ദൈവമേ നീ എന്റെ അതിരൊന്ന് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്, വെറുതെ അല്ല, അപ്പന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എന്റെ അതിരൊന്ന് വിസ്താരമാക്കുകയും അതോ ആപത്തുകളൊന്നും വ്യസനത്തിന് കാരണമാകാതെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ആപത്തുകൾ ഇല്ലെന്നല്ല, ആപത്തൊന്നും വരുത്തില്ലെന്നല്ല, എന്നാൽ ആപത്ത് വന്നാലും അത് വ്യസനത്തിന്, ദുഃഖത്തിന്, എനിക്ക് ദോഷത്തിന് കാരണമാകാതെ അത് കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ എന്തുവാണ് ദൈവം അവന് കൊടുത്തത്? അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അപ്പോൾ നീ അപേക്ഷിക്കുന്നതിനെ ദൈവം നിനക്ക് തന്ന് നിന്റെ അതിര് വിസ്താരമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ യബ്ബേസ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ കൈയിന്റെ വഴിയിൽ നടക്കേണ്ടി വരത്തില്ല. നിന്റെ വഴിപാടിൽ ദൈവം, നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കും. നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കും. സഹോദരനെ കുറിച്ച് മനസ്സിൽ അവനെ സ്നേഹിക്കുക, കരുതുക. ഈ ലോകക്കാർ അവൻ എത്ര മോശപ്പെട്ടവനായിരുന്നാലും സഹോദരങ്ങളെ നമ്മളുടെ പ്രിയ സഹോദര സഹോദരി, ഒരാൾ നമ്മളെ ചേർത്ത് പിടിക്കുവാനുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. നമ്മളെ ചേർത്ത് പിടിക്കുവാൻ യേശു നമ്മുടെ അരികിലുണ്ട്. നിന്നെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലെങ്കിലും യേശു നിന്റെ അരികിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ കൈയിന്റെ വഴി തെരഞ്ഞെടുക്കാതിരിക്കുക. യബ്ബേസ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുക. കർത്താവേ, നീ നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് ആപത്തുകളൊന്നും വ്യസനത്തിന് കാരണമാകാതെ കാക്കണം. നീ എന്റെ അതിരുകളെ വിസ്താരമാക്കണം. നീ അപേക്ഷിച്ചതിനെ ദൈവം നിനക്ക് നൽകും. ഈ വചനങ്ങളാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രതിസന്ധികൾ മാറട്ടെ. ഞങ്ങളുടെ ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം ഈ പകൽക്കാലം സർവശക്തനായ ദൈവം എല്ലാത്തിൽ നിന്നും ഒരു പൂർണ്ണ ജയം ഞങ്ങൾക്ക് നൽകട്ടെ. May God bless you in Jesus' name. Amen, amen, amen.